Hi students, interaction of genes ne kurichana nammal innu ivide padikkunnathu. Gene ennu paranju kayal endana? What is mean by gene? It is the unit of heredity located in a fixed location in the chromosome. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള കുറേ ജനറ്റിക് ടെർമിനോളജീസിനെ കുറിച്ച് പഠിച്ചതായിരുന്നു. ലോക്കസ്, ദ ലൊക്കേഷൻ ഓഫ് ജീൻസ് ഇൻ ദ ക്രോമോസോം, ദാറ്റ് ഈസ് നോൺ ആസ് ലോക്കസ്. അതിന് ലോസൈ എന്നും പറയാറുണ്ട്, പ്ലൂറൽ ഫോം ലോസൈ എന്നുള്ളതാണ്. അതുപോലെ അലീൽ എന്നുള്ള ടേം നിങ്ങൾ പഠിച്ചതാണ്. അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ. അതേപോലെ തന്നെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷനാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബിഹൈൻഡ് ദാറ്റ് ഫീനോട്ടിപ്പിക് ക്യാരക്ടർ, അതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടെർമിനോളജീസ് എല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ടെസ്റ്റും എല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ, ഇൻ്ററാക്ഷൻ ഓഫ് ജീൻസിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ലൈഡ്സിലേക്ക് തന്നെ പോകാം. രണ്ട് തരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് ആണുള്ളത്, അലീലിക് ഇൻ്ററാക്ഷൻസ് ആൻഡ് നോൺ അലീലിക് ഇൻ്ററാക്ഷൻസ്. അലീലിക് ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്ററാക്ഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ അലീൽസ് പ്രസൻറ്റ് ഇൻ ദ സെയിം ലോക്കസ് ഓഫ് എ ജീൻ. അതായത് ഒരേ ജീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് അലീൽസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ് നമ്മൾ അലീലിക് ഇൻ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻ്ററാക്ഷൻസ് മൂലമുണ്ടാകുന്ന ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള അലീലിക് ഇൻ്ററാക്ഷൻ, അതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡ്സിൽ മനസ്സിലാക്കാൻ സാധിക്കും. നോൺ അലീലിക് ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്ററാക്ഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ജീൻസ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ലോസൈ ഓഫ് ദ സെയിം ക്രോമോസോം ഓർ ഡിഫറെൻറ്റ് ക്രോമോസോംസ്. അതായത് ഒരേ ക്രോമോസോമിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് ജീൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്രോമോസോംസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ജീൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനോ, അതാണ് നോൺ അലീലിക് ഇൻ്ററാക്ഷൻ ഓർ ഇൻ്റർജീനിക് ഇൻ്ററാക്ഷൻ. ഡിഫറെൻറ്റ് ജീൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ്. ആദ്യമേ പറഞ്ഞത് അലീലിക് ഓർ ഇൻ്റർ അലീലിക് ഇൻ്ററാക്ഷൻ, അതായത് ഒരേ ജീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് അലീൽസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ മെൻ്റലിൻ്റെ എക്സ്പീരിമെൻസിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്നുള്ള രണ്ട് അലീൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹൈറ്റ് എന്നുള്ള ക്യാരക്ടറിൻ്റെ രണ്ട് അലീൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ലെറ്റേഴ്സാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് അവിടുത്തെ ഡോമിനൻ്റ് അലീലും സ്മോൾ ടി എന്ന് പറയുന്നത് അവിടുത്തെ റെസസീവ് അലീലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് അലീൽസ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത് ക്യാരക്ടേഴ്സ്, അതിനാണ് അതിനാണ് അലീലിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അലീലിക് ആൻഡ് നോൺ അലീലിക് ഇൻറ്ററാക്ഷൻസ്, രണ്ട് തരത്തിലുള്ള ഇൻറ്ററാക്ഷൻ ഓഫ് ജീൻസ് ആണുള്ളത്. ഇതിൽ അലീലിക് ഇൻറ്ററാക്ഷൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള അലീലിക് ഇൻറ്ററാക്ഷൻസ് നമ്മൾക്കുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഉള്ളത് 3 തരത്തിലുള്ള ഇൻറ്ററാക്ഷൻസ് ആണ്: ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് ആൻഡ് ലീതൽ ജീൻ ആക്ഷൻ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീനോടൈപ്പ് ഓഫ് എ ഹെട്രോസൈഗസ് ജീനോടൈപ്പ് ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഫീനോടൈപ്സ് ഓഫ് ഹോമോസൈഗസ് ജീനോടൈപ്സ്. അതായത് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോഴേക്കും അതിൻ്റെ ഫീനോടൈപ്പ്, ഒരു ഹെട്രോസൈഗോട്ടിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ദ ഫീനോടൈപ്സ് ഓഫ് ദ ഹോമോസൈഗസ് ജീനോടൈപ്സ്. രണ്ട് ഹോമോസൈഗസ് ജീനോടൈപ്സിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുന്നത്. നമ്മൾ ഗ്രിഗർ മെൻ്റലിൻ്റെ എക്സ്പീരിമെൻറ്റിൽ നമ്മൾ പഠിച്ചായിരുന്നു ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെട്രോസൈഗോട്ട്സ്, അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണ് ഹെട്രോസൈഗോട്ട് എന്ന് പറയുന്നത്. ആ ഹെട്രോസൈഗോട്ടിൻ്റെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ, അതായത് ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ടോള് തന്നെയാണ്, അല്ലേ? ടോള് തന്നെയാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇത് നോക്കുക, 4 o'clock പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ്. ഇവിടെ ഒരു പ്യുവർ റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെ ഒരു പ്യുവർ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിലുണ്ടാകുന്ന ഹെട്രോസൈഗോട്ട്സ്, അതായത് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് റെഡ് കളർ അല്ല, പിങ്ക് കളറാണ്. അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. റെഡ് കളറല്ല വരുന്നത്, പിങ്ക് കളറാണ്. അതായത് ആ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് അല്ല, ഇൻകംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് കളറാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ മറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ആൻഡുലേഷ്യൻ ചിക്കൻസ് മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ 2 വെറൈറ്റീസാണുള്ളത്, ബ്ലാക്ക് ഫെതേർഡ് ചിക്കൻസും വൈറ്റ് ഫെതേർഡ്
ചിക്കൻസും. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെട്രോസൈഗോട്ട്, അതായത് ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ബ്ലൂ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. വൈറ്റുമല്ല ബ്ലാക്കുമല്ല, ബ്ലൂ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലുള്ള ഒരു ഡിസീസാണ് ആക്ച്വലി. ആ സിക്കിൾ സെൽ അനീമിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അലീൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എസ് ആണ്. അതൊരു മ്യൂട്ടൻ അലീലാണ്. ആ മ്യൂട്ടൻ അലീലിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എസ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അവിടുത്തെ നോർമൽ അലീൽ എന്ന് പറയുന്നത് സ്മോൾ എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഹെട്രോസൈഗോട്സ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സിക്കിൾ സെൽ ട്രൈറ്റ്സ് മാരി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിൽ ക്യാപിറ്റൽ എസ് എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് സിക്കിൾ സെൽ അനീമിക് പേഷ്യൻ്റ് ആയിരിക്കും. അതൊരു പേഷ്യൻ്റ് ആയിരിക്കും, സിക്കിൾ സെൽ അനീമിയുള്ളൊരു പേഷ്യൻ്റ് ആയിരിക്കും. എന്നാൽ ക്യാപിറ്റൽ എസ് സ്മോൾ എസ് എന്നുള്ള ഒരു സ്റ്റേറ്റ് വരുമ്പോഴേക്കും അത് സിക്കിൾ സെൽ ട്രൈറ്റ്സ് ആണ്. അതായത് ഒരു ആ ക്യാരക്ടർ അവരുടെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല. അവരുടെ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിനകത്ത് നോർമൽ എരിത്രോസൈറ്റ്സും ഉണ്ടാകും, സിക്കിൾ സെൽ എരിത്രോസൈറ്റ്സും ഉണ്ടാകും. അപ്പോൾ നോർമലി അവർ നോർമൽ ഇൻഡിവിജ്വൽസിനെ പോലെ തന്നെ ഫങ്ഷൻ ചെയ്യും. പക്ഷേ ഏതെങ്കിലും സിറ്റുവേഷനിൽ അവർക്ക് റെസ്പിറേഷൻ ഡിഫിക്കൽട്ടീസ് വരുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ടോട്ടലി അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം കൊളാപ്സ് ആകും, കൂടുതൽ എരിത്രോസൈറ്റ്സ് കൊളാപ്സ് ആകും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് സിക്കിൾ സെൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളാണ്. ദെൻ കോഡോമിനൻസ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള അലീലിക് ഇൻട്രാക്ഷനാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അലീലിക് ഇൻട്രാക്ഷനാണ്. സെയിം ജീനിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് അലീൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അതേപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള അലീലിക് ഇൻട്രാക്ഷനാണ് കോഡോമിനൻസ്. ഇവിടെ ദ ഡോമിനൻ്റ് അലീൽസ്, രണ്ട് ഡോമിനൻ്റ് അലീൽസും സൈമൾട്ടേനിയസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് സൈമൾട്ടേനിയസ് എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ദ അലീൽസ് ഇൻ എ ഹെട്രോസൈഗസ് കണ്ടീഷൻ. അതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. നമ്മളുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ നമുക്കറിയാം 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്, AB ആൻഡ് O. ഇവിടെ ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ എന്ന് പറയുന്നത് I എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് ആ ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. I എന്ന് പറയുന്ന ജീനിന് 3 അലീൽസ് ആണുള്ളത്, IA, IB ആൻഡ് IO. ഇതിൽ IAയും IBയും ഒരുമിച്ച് വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. IAയും IBയും ഡോമിനൻ്റ് അലീൽസ് ആണ്, അതേപോലെ തന്നെ കോഡോമിനൻ്റ് അലീൽസ് ആണ്. IO ഈസ് ദ ഓൺലി റെസസീവ് അലീൽ. അപ്പോൾ IA IO വന്നു കഴിഞ്ഞാൽ A ഗ്രൂപ്പ് ആയിരിക്കും, IB IO വന്നു കഴിഞ്ഞാൽ B ഗ്രൂപ്പ് ആയിരിക്കും. IAയും IBയും ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് AB ഗ്രൂപ്പായിട്ട് മാറും. IO വന്നു കഴിഞ്ഞാൽ രണ്ടും റെസസീവ് അലീൽസ് ആയതുകൊണ്ട് തന്നെ അത് O ഗ്രൂപ്പ് ആയിരിക്കും. അവിടെ ആൻറ്റിജൻസ് ഒന്നും ഉണ്ടാകത്തില്ല, അവരുടെ ബ്ലഡിൽ A ആൻറ്റിജൻസും ഇല്ല, B ആൻറ്റിജൻസും ഇല്ല. എന്നാൽ A ഗ്രൂപ്പുകാരുടെ ബ്ലഡിനകത്ത് A ആൻറ്റിജൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്, B ഗ്രൂപ്പുകാരൻ്റെ ബ്ലഡിനകത്ത് B ആൻറ്റിജൻസ് ആയിരിക്കും. AB ഗ്രൂപ്പുകാരൻ്റെ ബ്ലഡിനകത്ത് 2 തരത്തിലുള്ള ആൻറ്റിജൻസും പ്രസൻ്റ് ആയിരിക്കും. അവർ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ് AB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് AB ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ 2 അലീൽസ് IAയും IBയും അത് കോഡോമിനൻ്റ് അലീൽസ് ആണ്. ഡോമിനൻ്റ് അലീൽസ് ആണ്, പക്ഷേ കോഡോമിനൻറ്റും കൂടിയാണ്. അതായത് സൈമൾട്ടേനിയസ് എക്സ്പ്രഷൻ, ബോത്ത് ദ അലീൽസ് വിൽ ബി എക്സ്പ്രസ്ഡ് സൈമൾട്ടേനിയസ്ലി. അതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് ലീതൽ ജീൻസ് ആണ്. അലീലിക് ഇൻട്രാക്ഷൻസിൽ തന്നെ വരുന്നത് ലീതൽ ജീൻസ്. സർട്ടൻ ജീൻസ് വെൻ എക്സ്പ്രസ്ഡ് റിസൾട്ട്സ് ഇൻ ദ ഡെത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ. സച്ച് ജീൻസ് ആർ കോൾഡ് ലീതൽ ജീൻസ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹൈബ്രിഡ് മൈസിൻ്റെ സ്കിൻ കളർ. അതായത് ചില ജീൻസ് അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇൻഡിവിജ്വലിൻ്റെ മോർട്ടാലിറ്റിക്ക് കാരണമായി തീരും. ഇവിടെ ഹൈബ്രിഡ് മൈസിൻ്റെ സ്കിൻ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജീൻ, അതായത് Y എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്മോൾ വൈ വരുന്ന സിറ്റുവേഷൻ, അത് രണ്ടും റെസസീവ് അലീലാണെന്നുണ്ടെങ്കിൽ അത് നോൺ യെല്ലോ ആയിരിക്കും, അതിന് കളറില്ല, ആൽബിനോസ് ആയിരിക്കും. എന്നാൽ ക്യാപിറ്റൽ Y സ്മോൾ വൈ, ഇവിടെ ഇത് നോക്കുക, ക്യാപിറ്റൽ Y സ്മോൾ വൈ എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് യെല്ലോ കളറായിരിക്കും. ഹെട്രോസൈഗോട്ട്സ് ആണ് യെല്ലോ കളേർഡായിട്ട് കാണുന്നത്. എന്നാൽ ഈ 2 Yയും ക്യാപിറ്റലായി കഴിഞ്ഞാൽ, അതായത് രണ്ടും ഡോമിനൻ്റ് അലീൽസ് ആയിക്കഴിഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ മോണോഹൈബ്രിഡ് ക്രോസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് യെല്ലോ കളേർഡ് ആകേണ്ടതാണ്. പക്ഷേ 2 അലീൽസും ക്യാപിറ്റലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ദേ ഡൈസ് ഇൻ യൂട്രോ, അതായത് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ജനിക്കുന്നില്ല.
യൂട്രസിനകത്ത് വെച്ചിട്ട് തന്നെ അതിന് മോർട്ടാലിറ്റി സംഭവിക്കുന്നു. അതാണ് ലീതൽ ജീൻസ്. ആ ജീൻസ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇൻഡിവിജ്വലിൻ്റെ മോർട്ടാലിറ്റിക്ക് കാരണമായി തീരും. അതാണ് ലീതൽ ജീൻസ് എന്ന് പറയുന്നത്. അതും ഒരു തരത്തിലുള്ള അലീലിക് ഇൻട്രാക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അലീലിക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. കൺജനൈറ്റൽ ഇക്തിയോസിസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഡിസീസാണ്. ക്രാക്കിംഗ് ആൻഡ് സെപ്പറേഷൻ ഓഫ് സ്കിൻ ഇൻ ടു ലാർജ് സ്കെയിലി സെക്ഷൻസ്, അതാണ് അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻഫൻസ് ജീവിച്ചിരിക്കില്ല, സാധാരണ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബോർട്ടായി പോകും. അതൊരു ഡിസീസാണ്. അതിന് റെസ്പോൺസിബിളായിട്ടുള്ള ജീൻ അത് ലീതൽ ജീനാണ്. ആ ജീൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള മോർട്ടാലിറ്റിക്ക്, ഈ ഒരു ഡിസീസിനും അത് മൂലമുള്ള മോർട്ടാലിറ്റിക്കും കാരണമായി തീരും. ദെൻ ടൈസാക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഡിറ്റീരിയോറേഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് നെർവ്സ്. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസും ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും നെർവ്സ് ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ടൈസാക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അവിടെയും ബിഫോർ അഡോളിസൻസിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് മോർട്ടാലിറ്റി സംഭവിക്കും. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഡിസീസാണ്. ഇതും ഒരു ലീതൽ ജീൻ കോസ് ചെയ്യുന്നതാണ്. ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ മ്യൂക്കസ് സെക്രീഷൻ ബൈ വേരിയസ് ഗ്ലാൻഡ്സ്. ലങ്സിനകത്തും ലിവറിലും പാൻക്രിയാസിലും അങ്ങനെയുള്ള എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിലും എക്സസ് മ്യൂക്കസ്, വെറുതെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ന്യൂമോണിയ പോലെയുള്ള ഡിസീസിലൂടെ അവരുടെ ഓർഗൻസ് ഡിസ്ഫങ്ഷനിങ് ചെയ്തിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാലം മാത്രമേ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ജീവിച്ചിരിക്കുകയുള്ളൂ. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഡിസീസ്. അപ്പോൾ അതുമെല്ലാം ലീതൽ ജീൻസ്, ഹ്യൂമൻ ബീയിങ്സിലുള്ള ലീതൽ ജീൻസിന് എക്സാമ്പിൾസാണ്. ദെൻ നോൺ അലീലിക് ഇൻട്രാക്ഷൻസ്. നമ്മൾ നോൺ അലീലിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞായിരുന്നു. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ജീൻസ് പ്രസൻറ്റ് ഇൻ ദ സെയിം ക്രോമോസോം ഓർ ഡിഫറെൻറ്റ് ക്രോമോസോംസ്. ഇതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം വരുന്നത് ഗ്രിഗർ മെൻഡലിൻ്റെ ഡിഹൈബ്രിഡ് ക്രോസ് റേഷ്യോസിലുള്ള ചെറിയ വേരിയേഷൻസാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അലീലിക് ഇൻട്രാക്ഷൻസിൽ കണ്ടതെല്ലാം മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ റിസൾട്ട്സിൽ വരുന്ന ചെറിയ വേരിയേഷൻസ് ആയിരുന്നു. 1:3, 1:2:1 എന്നുള്ള ആ ഒരു റേഷ്യോയ്ക്ക് പകരം 3:1 എന്നുള്ള റേഷ്യോയ്ക്ക് പകരം 1:2:3, 1:2:1 എന്നുള്ള റേഷ്യോ വരുന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് ആയിരുന്നു. എന്നാൽ നോൺ അലീലിക് ഇൻട്രാക്ഷൻസിലേക്ക് വരുമ്പോൾ അത് ഡിഹൈബ്രിഡ് ക്രോസിൻ്റെ തന്നെ ചില വേരിയേഷൻസാണ്. ഡിഹൈബ്രിഡ് ക്രോസിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഫിനോട്ടിപ്പിക് റിസൾട്ട് എന്ന് പറയുന്നത് 9:3:3:1 അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഡിഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ 9:7 ഒക്കെയാണ് വരുന്നത്. അതാണ് കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ ഡിഹൈബ്രിഡ് ക്രോസിൻ്റെ ചില വേരിയേഷൻസ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ജീൻസ് ദാറ്റ് ആർ സിമിലർ ഇൻ ഫിനോട്ടിപ്പിക് എഫക്റ്റ് വെൻ പ്രസൻറ്റ് സെപ്പറേറ്റ്ലി ബട്ട് വിച്ച് ടുഗദർ ഇൻട്രാക്ട് ടു പ്രൊഡ്യൂസ് എ ഡിഫറൻറ്റ് ട്രേറ്റ്. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. സ്വീറ്റ് പീ അല്ലെങ്കിൽ ലെതേറസ് ഒഡോറേറ്റസ് എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ സിയും പിയും രണ്ട് ജീൻസാണ്. സി എന്നുള്ള ജീൻ വൈറ്റ് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പി എന്ന് പറയുന്ന ജീനും വൈറ്റ് കളറിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് ജീൻസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പുതിയ കളർ പ്രൊഡ്യൂസ് ചെയ്യും, പർപ്പിൾ കളർ. ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഇത് പുന്നറ്റ് സ്ക്വയർ എന്ന് പറയും. ഇതിങ്ങനെയുള്ള ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പുന്നറ്റ് സ്ക്വയർ എന്ന് പറയും. ഡിഹൈബ്രിഡ് ക്രോസിൻ്റെ ഈ റേഷ്യോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു ബോക്സിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ പി അവിടെ രണ്ട് ജീൻസിൻ്റെയും ഡോമിനൻ്റ് അലീൽസാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പർപ്പിൾ കളറാണ്. രണ്ട് ജീൻസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പർപ്പിൾ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയും പർപ്പിളാണ്. എന്നാൽ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നോക്കുക ഇവിടെ സ്മോൾ സി ക്യാപിറ്റൽ പി അതായത് ക്യാപിറ്റൽ പി എന്നുള്ള ആ ഒരു ജീൻ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് വൈറ്റ് കളേർഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ക്യാപിറ്റൽ സി സ്മോൾ പി അവിടെ ക്യാപിറ്റൽ സി എന്നുള്ളൊരു ലെറ്റർ വന്നിട്ടുള്ളത് കൊണ്ട് അത് വൈറ്റ് കളേർഡാണ്. അതായത് സി എന്ന് പറയുന്ന ജീൻ വൈറ്റ് കളറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന ജീനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറിനെ തന്നെയാണ്. എന്നാൽ ഈ രണ്ട് ജീൻസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സിയുടെയും ക്യാപിറ്റൽ പിയുടെയും പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം പർപ്പിളായിട്ട് മാറും. ക്യാപിറ്റൽ സിയുടെയും ക്യാപിറ്റൽ പിയുടെയും പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം പർപ്പിളായിട്ട് മാറും. അതാണ് കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ. രണ്ട് ജീൻസും തമ്മിൽ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ആ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ്. ഇത്
ക്യാപിറ്റൽ സി സ്മോൾ പിയും ഇത് സ്മോൾ സി ക്യാപിറ്റൽ പിയും രണ്ടും വൈറ്റ് കളർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പുതിയ പിങ്ക് കളർ ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ മറ്റൊരു നോൺ അലീലിക് ഇൻട്രാക്ഷനാണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടു allelic genes interact in such a way that the expression of one gene is masked or inhibited by the other. This is known as epistasis. രണ്ട് ജീൻസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിലൊരു ജീൻ മറ്റൊന്നിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആ ജീനിനെ നമ്മൾ പറയുന്നത് എപ്പിസ്റ്റാറ്റിക് ജീൻ എന്നും ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്ന ജീനിന് നമ്മൾ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്നുമാണ് പറയുന്നത്. ജീൻ ദാറ്റ് ഇൻഹിബിറ്റ്സ് ഈസ് കോൾഡ് എപ്പിസ്റ്റാറ്റിക് ജീൻ. ദ ജീൻ വിച്ച് ഈസ് മാസ്ക്ഡ് ഈസ് നോൺ ആസ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. രണ്ട് തരത്തിലുള്ള എപ്പിസ്റ്റാസിസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസും റെസസീവ് എപ്പിസ്റ്റാസിസും. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസിന് എക്സാമ്പിളായിട്ട് ഫെദർ കളർ, ഫൗളിനുള്ള ഫെദർ കളർ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റെസസീവ് എപ്പിസ്റ്റാസിസിന് എക്സാമ്പിളായിട്ടുള്ളത് കോട്ട് കളർ, മൈസിൻ്റെ കോട്ട് കളറാണ്. ഇതെല്ലാം ഗ്രിഗർ മെൻഡലിൻ്റെ 9:3:3:1 എന്നുള്ള റേഷ്യോയുടെ തന്നെ ചില വേരിയേഷൻസ് ആണ് ഇവിടെ റിസൾട്ട് ചെയ്യുന്നത്. അതാണ് ഡിഹൈബ്രിഡ് ക്രോസ് തന്നെയാണ് ഇവിടുത്തെ എല്ലാ എക്സാമ്പിൾസുമായിട്ട് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക. ഇവിടെ ദ ഡോമിനൻ്റ് അലീൽ ഓഫ് എ ജീൻ ദാറ്റ് suppress or inhibit the expression of the other gene. ഒരു ജീനിൻ്റെ ഡോമിനൻ്റ് അലീൽ മറ്റൊരു ജീനിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇവിടെ ഫെദർ കളർ ഇൻ ഫൗളിൻ്റെ ഫെദർ കളറിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു എക്സ്പീരിമെൻ്റ് പറയുന്നത്. വൈറ്റ് ലെഗോണിനെയും വൈറ്റ് വിയൻഡോട്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ഇത് ക്യാപിറ്റൽ സി വൈറ്റ് ലെഗോൺ. ഇത് സ്മോൾ സി അത് വൈറ്റ് വിയൻഡോട്ട് എന്നുള്ള ഫൗൾസാണ്. ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോഴേക്കും വൈറ്റ് ലെഗോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് ലെഗോൺ. ക്യാപിറ്റൽ സി സ്മോൾ സി. എന്നാൽ ഈ വൈറ്റ് ലെഗോൺസിന് തമ്മിൽ F1 ജനറേഷനിലുള്ള വൈറ്റ് ലെഗോൺസിന് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോഴേക്കും F2 ജനറേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഈ ഒരു പുന്നറ്റ് സ്ക്വയറിലെ ചെക്കർ ബോർഡിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് കളർ ജീനാണ്. ഏതെങ്കിലും ഒരു കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ആണ്. ആൻഡ് ക്യാപിറ്റൽ ഐ ഈസ് ദ എപ്പിസ്റ്റാറ്റിക് ജീൻ. അപ്പോൾ ക്യാപിറ്റൽ സി വരുന്ന സിറ്റുവേഷൻസിൽ അത് ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ജീനോടൈപ്പിൽ ക്യാപിറ്റൽ ഐയുടെ പ്രസൻസ് വരുന്നോ അവിടെയെല്ലാം ക്യാപിറ്റൽ സി എക്സ്പ്രസ് ചെയ്യപ്പെടില്ല. നമ്മൾ ഈ പുന്നറ്റ് സ്ക്വയറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ക്യാപിറ്റൽ ഐയുടെ പ്രസൻസ് വരുന്നത് കൊണ്ട് തന്നെ സി എക്സ്പ്രസ് ചെയ്യുന്നില്ല, വൈറ്റ് കളറാണ്. ഇവിടെ ഒന്നും സി എക്സ്പ്രസ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ സിയുടെ പ്രസൻസ് ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. എന്നാൽ സ്മോൾ ഐ വരുന്ന സിറ്റുവേഷനിൽ, അതായത് ആ എപ്പിസ്റ്റാറ്റിക് ജീൻ റെസസീവ് ആകുന്ന സിറ്റുവേഷനിൽ ക്യാപിറ്റൽ സി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, കളർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആ എപ്പിസ്റ്റാറ്റിക് ജീൻ്റെ ഡോമിനൻ്റ് അലിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിലെല്ലാം ദ അതർ ജീൻ, അതിൻ്റെ കൂടെ വരുന്ന മറ്റേ ജീനിൻ്റെ എക്സ്പ്രഷൻ ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഇവിടെ ഈ ഫെദർ കളർ ഇൻ ഫൗൾ ഇതിൽ വരുന്ന ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 13:3 ആണ്. അതായത് 13 വൈറ്റും 3 കളേർഡ് ഇൻഡിവിജ്വൽസുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ F2 ജനറേഷനിൽ. ആക്ച്വലി ഇത് 9:3:3:1 എന്നുള്ള റേഷ്യോ ആണ് നമ്മൾ ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റ് അനുസരിച്ച് പഠിക്കുന്നത്. ദെൻ മറ്റൊരു എപ്പിസ്റ്റാസിസ് ആണ് റെസസീവ് എപ്പിസ്റ്റാസിസ്. ഇതിന് സപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ എന്നും പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ മൈസിൻ്റെ കോട്ട് കളറാണ്. മൈസ് സാധാരണഗതിയിൽ 3 തരത്തിലുള്ള കളേഴ്സാണ് കാണുന്നത്: അഗൗട്ടി, ബ്ലാക്ക് ആൻഡ് ആൽബിനോ. അഗൗട്ടി എന്ന് പറയുന്നത് ഒരു ബ്രൗണിഷ്, നമ്മൾ സാധാരണ കാണുന്ന മൈസിൻ്റെ കളറാണ്, ബ്രൗണിഷ് കളറായിരിക്കും. ബ്ലാക്ക് എന്ന് പറയുന്നത് അതുകൂടാതെ ബ്ലാക്ക് കളേർഡ് മൈസസും ഉണ്ട്. ആൽബിനോ എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കളർലെസ് മൈസസ് ആണ്. അപ്പോൾ ഇതിൽ ഈ മൈസിൻ്റെ സ്കിൻ കളറിനും കോട്ട് കളറിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് 2 ജീൻസാണ്.
സിയും എയും. ഇതിൽ ബേസിക് ജീൻ ഈസ് സി, ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എനി കൈൻഡ് ഓഫ് കളർ. ആൻഡ് ദിസ് സി എലോങ് വിത്ത് C along with A produce agouti. ഈ രണ്ട് അലീൽസും രണ്ട് ജീൻസിൻ്റെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് ജീൻസിൻ്റെയും ഡോമിനൻ്റ് അലീൽസ് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ കളർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അതായത് അഗൗട്ടി. അതായത് സി വിൽ പ്രൊഡ്യൂസ് ബ്ലാക്ക് കളർ. അതായത് ശരിക്കും സംഭവിക്കുന്ന ഇതാണ്, അതിൻ്റെ ഓരോ ഹെയർസിൻ്റെയും മെയിൻ പാർട്ട് ബ്ലാക്ക് കളേർഡ് ആയിരിക്കും, അതിൻ്റെ ടിപ്പ് ഒരു യെല്ലോയിഷും ആയിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു അഗൗട്ടി അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് പോലെയുള്ള അപ്പിയറൻസ് നമുക്ക് തോന്നും. അപ്പോൾ രണ്ട് കളറും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. എന്നാൽ സി ഈസ് എപ്പിസ്റ്റാറ്റിക് ജീൻ. സി ഈസ് റെസ്പോൺസിബിൾ ഫോർ എനി ടൈപ്പ് ഓഫ് കളർ, എനി കൈൻഡ് ഓഫ് കളർ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ദ എപ്പിസ്റ്റാറ്റിക് ജീൻ. റെസസീവ് എപ്പിസ്റ്റാറ്റിക് ജീനാണ്. അതായത് ക്യാപിറ്റൽ സി വന്നു കഴിഞ്ഞാൽ കളർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. എന്നാൽ ക്യാപിറ്റൽ സി ഇല്ല എങ്കിൽ രണ്ട് സിയും രണ്ട് അലീൽസും സ്മോൾ സി ആയിപ്പോയി കഴിഞ്ഞാൽ ഈ എ വിൽ നോട്ട് ബി എക്സ്പ്രസ്ഡ്. എയ്ക്കും ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് യെല്ലോ മാത്രമായിട്ടൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ക്യാപിറ്റൽ സിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ എയും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതാണ് റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ സി എന്നുള്ള ആ ഒരു ജീൻ അതിൻ്റെ രണ്ട് അലീൽസും റെസസീവ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ അത് അതർ ജീനിനെ, അതായത് എ എന്ന് പറയുന്ന ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഹിബിറ്റ് ചെയ്യും. എയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പുന്നറ്റ് സ്ക്വയറിൽ വന്നിട്ടുള്ളത് CCAA, ക്യാപിറ്റൽ CCAA വരുമ്പോൾ അഗൗട്ടിയാണ്. അതായത് രണ്ട് ജീൻസും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ സി സ്മോൾ എ വരുമ്പോഴേക്കും ബ്ലാക്ക് കളറാണ്. അതായത് ക്യാപിറ്റൽ സി പ്രൊഡ്യൂസ് ബ്ലാക്ക് കളർ. രണ്ടും വരുമ്പോഴാണ് അഗൗട്ടി. എന്നാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കുക, രണ്ട് സിയും സ്മോൾ ആകുന്ന സിറ്റുവേഷനിൽ ക്യാപിറ്റൽ എ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് അൽബിനോയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കളർലെസ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെയും നോക്കുക, സ്മോൾ സി വരുമ്പോഴേക്കും ക്യാപിറ്റൽ എ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അൽബിനോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോഴേക്കും സ്മോൾ എ രണ്ട് ജീനിൻ്റെയും ഡോമിനൻ്റ് അലീൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇല്ലെങ്കിലും അത് അൽബിനോ ആയിരിക്കും. അതാണ് അപ്പോൾ റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ടേമാണ് പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത്. പ്ലിയോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the phenomenon in which a gene influences more than one single trait. അതായത് സെയിം ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിഫറെൻറ്റ് ട്രൈറ്റ്സ് ഓർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ഒരേ ജീൻ തന്നെ പല ക്യാരക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആകുന്നതാണ് പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന വെസ്റ്റീജിയൽ വിങ്സ് ഇൻ ഡ്രോസോഫില. ഈ ഡ്രോസോഫില ഇൻസെക്റ്റിൽ അതിൻ്റെ വെസ്റ്റീജിയൽ വിങ്സ് ഉള്ള ചില ഇൻഡിവിജ്വൽസ് ഉണ്ട്, മ്യൂട്ടൻ ഇൻഡിവിജ്വൽസ്. അതിൻ്റെ വെസ്റ്റീജിയൽ വിങ്സ് എന്ന് പറയുമ്പോൾ വിങ്സ് വളരെ ഷോർട്ടൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൽ ആ ഒരു വെസ്റ്റീജിയൽ വിങ്സ് മാത്രമല്ല, ഒരു ജീനിൻ്റെ VG എന്ന് പറയുന്ന ഒരു ജീനാണ്. VG എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജീനാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഈ വെസ്റ്റീജിയൽ വിങ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രോസോഫിലയിൽ വെസ്റ്റീജിയൽ വിങ്സ് മാത്രമായിരിക്കില്ല അതിൽ കാണുന്ന ക്യാരക്ടർ. അതിൻ്റെ കൂടെ തന്നെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ്, വേരിയൻ്റ് ക്യാരക്ടേഴ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ബാലൻസേഴ്സ് മോഡിഫൈഡ് ആയിരിക്കും, നോർമൽ ഡ്രോസോഫിലയിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രസൻസ് ഓഫ് ഇറക്ട് ബ്രിസിൽസ്, അതിൻ്റെ ഇറക്ട് ബ്രിസിൽസ് ആയിരിക്കും, സ്ട്രെയിറ്റ്. അതേപോലെ തന്നെ സ്പെർമാത്തിക്കയുടെ ഷേപ്പിൽ ഡിഫറൻസസ് ഉണ്ടാകും. എഗ് സ്ട്രിങ്സിനകത്തുള്ള എഗ്ഗിൻ്റെ നമ്പേഴ്സിൽ ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെ ഫീക്കൻഡിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെ ആ ഒരു VG എന്ന് പറയുന്ന ആ ഒരു ജീൻ തന്നെ വെസ്റ്റീജിയൽ വിങ്സിന് മാത്രമല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആകുന്നു. അപ്പോൾ അതാണ് പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത്. ദ phenomenon in which a gene influences more than one single trait. The same gene is responsible for different traits. അതിനാണ് പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത്. നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിൽ പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ട് ഈ പ്ലിയോട്രോപ്പിക് ജീൻസ് മുഖാന്തരം ഉണ്ടാകുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഈസ് ആൻ എക്സാമ്പിൾ. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു സിസ്റ്റിക് ഫൈബ്രോസിസ് അലിലിക് ഇൻട്രാക്ഷനിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ജീൻ ഒരു പ്ലിയോട്രോപ്പിക് ജീനാണ്. അതായത് ആ ഒരു ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടർ മ്യൂക്കസ് സെക്രേഷനാണ് അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ മ്യൂക്കസ് സെക്രേഷനിലൂടെ മൾട്ടിപ്പിൾ ഡിസീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.
ലങ്സിൽ മ്യൂക്കസ് സെക്രീഷൻ വരുമ്പോൾ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ് വരുന്നു. ലിവറിൽ മ്യൂക്കസ് സെക്രീഷൻ വരുമ്പോൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസീസ് വരുന്നു. കിഡ്നിയിൽ വരുമ്പോൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡിസീസസിന് ഒരേ ജീൻ തന്നെ റെസ്പോൺസിബിൾ ആകുന്നു. അതുകൊണ്ടാണ് സിസ്റ്റിക് ഫൈബ്രോസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ ഒരു പ്ലിയോട്രോപ്പിക് ജീൻ എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞത്. ദെൻ ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നതും ഹ്യൂമൻ ബീയിങ്ങിലുള്ള ഒരു ഡിസീസാണ്. അതായത് ഫിനൈൽ അലാനിൻ, തൈറോസിൻ രണ്ടും അമിനോ ആസിഡ്സ് ആണ്. ആ ഫിനൈൽ അലാനിൻ, തൈറോസിൻ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റി മൂലം വരുന്ന ഒരു ഡിസീസാണ് ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത്. ഫിനൈൽ കീറ്റോണിൻ്റെ അക്യുമുലേഷൻ യൂറിയയിൽ വരുന്നതിനാണ് ആ ഡിസീസ്. അതായത് യൂറിയ ഒരു ബ്ലാക്ക് കളേർഡായിട്ട് വരും. ഫിനൈൽ കീറ്റോൺസ് അതിൽ ഇത് യൂറിനിലൂടെ എക്സ്ക്രെറ്റ് ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു ഡിസീസാണത്. അപ്പോൾ ആ ഫിനൈൽ കീറ്റോന്യൂറിയ ഉള്ള ഇൻഡിവിജ്വൽസിന് ഈ ഫിനൈൽ കീറ്റോൺസിൻ്റെ പ്രസൻസ് യൂറിയയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് ജോയിൻസിലെല്ലാം ഇത് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അത് ആർത്രൈറ്റിസ് പോലുള്ള പല ഡിസീസസിന് കാരണമായി തീരും. അങ്ങനെ പലതരത്തിലുള്ള ഡിസീസസ് ഈ ഒരേ കാരണം കൊണ്ടുണ്ടാകും. അതേപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ആ റെഡ് ബ്ലഡ് സെൽസ് സിക്കിൾ ഷേപ്ഡ് ആകുന്ന ഒരു ഡിസീസാണ്. പക്ഷേ അത് പലതരത്തിലുള്ള ഡിസീസസിന് കാരണമായി തീരും. ഇപ്പോൾ സിക്കിൾ സെൽ ജീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തന്നെ പല ഓർഗൻസിൻ്റെയും ഡിസ്ഫങ്ഷനിങ്ങിനെല്ലാം അത് കാരണമായി തീരും. സിക്കിൾ സെൽ അനീമിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെയിം ജീൻ. ദെൻ മറ്റൊരു ടേമാണ് പോളിജീനിക് ആക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. അതായത് ഇത് മറ്റൊരു കൺസെപ്റ്റാണ്. അതായത് ഒരു ക്യാരക്ടറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഒരു സിംഗിൾ ജീൻ അല്ല, മൾട്ടിപ്പിൾ ജീൻസ് ആണെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ പോളിജീനിക് ആക്ഷൻ എന്ന് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ജീൻ ആക്ഷൻ എന്നും ഇതിന് പറയാം. അതായത് ഗ്രിഗർ മെൻഡലിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഡീൽ ചെയ്തിട്ടുള്ളതെല്ലാം ഡിസ്കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടാണ്. ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെയും വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ഇതെല്ലാം ഡിസ്കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സാണ്. രണ്ട് എക്സ്ട്രീം കളേഴ്സിനെ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സിനെ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നാച്ചുറലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സാണ്. ഇങ്ങനെ പ്ലാന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ടോളും ഡ്വാർഫും മാത്രമല്ല, ഇൻ്റർമീഡിയറ്റ് ഹൈറ്റിലുള്ള ഒരുപാട് സെയിം സ്പീഷീസിൻ്റെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ ഗ്രിഗർ മെൻഡലിന് ശേഷം പല റിസർച്ചേഴ്സും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ബെയ്റ്റ്സൺ ആൻഡ് ഡി റൈസ്, ഹ്യൂഗോ ഡി റൈസ് എല്ലാം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് വെയർ നോട്ട് ജനറ്റിക്കലി പ്രൊഡ്യൂസ്ഡ്. അത് ജനറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, മൈറ്റ് ബി ദ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഓൺ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഇൻഡിവിജ്വൽസ്. അത് ഗ്രിഗർ മെൻഡലിൻ്റെ ആ ലോ തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യപ്പെടുന്നത്. കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് കാരണം, ഇപ്പോൾ ടോളും ഡ്വാർഫിനും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് കാരണം അത് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ആയിരിക്കും. അല്ലാതെ ജീൻ മൂലം അല്ല അങ്ങനെയുള്ള കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ബെയ്റ്റ്സണും ഹ്യൂഗോ ഡി റൈസും എല്ലാം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ എന്നാൽ പിൽക്കാലത്ത് ലേറ്റർ സം ജെനറ്റിസിസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് കണ്ടിന്യൂസ് ട്രെയ്റ്റ്സ് വെയർ ഡിറ്റർമൈൻഡ് ബൈ സെവറൽ ജീൻസ്. മിക്കവാറും ഓർഗാനിസംസിലുള്ള അല്ലെങ്കിൽ നാച്ചുറൽ കാണപ്പെടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സാണ്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ ജീൻസാണ്. സെവറൽ ജീൻസ് ഒരേ ക്യാരക്ടറിന് തന്നെ റെസ്പോൺസിബിൾ ആകുമ്പോഴാണ് ഈ കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് പിൽക്കാലത്ത് പല ജെനറ്റിസിസ്റ്റും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. യൂൾ 1906 suggested that continuous traits are produced by a multitude of individual genes, each with a small effect on the measured character. കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മൾട്ടിപ്പിൾ ജീൻസ് മുഖാന്തരമാണ്. ഓരോന്നിനും സ്മോൾ എഫക്റ്റ് ആണുള്ളത്. ആ സ്മോൾ എഫക്ട്സ് ചേർന്നിട്ട് ഒരു വലിയ ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നു. Then Johansson analyzed the inheritance pattern of quantitative character in beans. ജൊഹാൻസൺ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ജൊഹാൻസൺ എന്ന് പറയുന്ന റിസർച്ചർ, അദ്ദേഹമാണ് ജീൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ജൊഹാൻസൺ 1908 കോയിൻ ദ ടേം ജീൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് കേട്ടതാണ്. അപ്പോൾ ഹീ കണ്ടക്റ്റഡ് റിപ്പീറ്റഡ് സെൽഫിങ് എക്സ്പെരിമെൻറ്റ്സ്. സെയിം ക്യാരക്ടറുള്ള ഇൻഡിവിജ്വൽസ് തമ്മിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്രോസ് ചെയ്ത് അദ്ദേഹം
ഹോമോസൈഗസ് പ്യുവർ ലൈൻസിനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. പ്യുവർ ലൈൻസ്, അതായത് അവിടെ ഒരു അലീൽ മാത്രം, സെയിം ഡോമിനൻ്റ് അലീൽ അല്ലെങ്കിൽ റെസസീവ് അലീൽ മാത്രമുള്ള ഇൻഡിവിജ്വൽസിനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് പ്യുവർ ലൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്യുവർ ലൈൻസിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്യുവർ ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പോളിജീനിക് ആക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജീൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജീൻസ് വിച്ച് ഹാവ് സ്മോൾ എഫക്റ്റ് ഓൺ ദ phenotype but can supplement each other to produce a cumulative or quantitative effect, that is polygenes. Polygenic action എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the same character is produced by the interaction of multiple genes, that is polygenic action. Actually simple ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. The same character is produced by a continuous character is produced by the interaction of multiple genes. That's polygenic action എന്ന് പറയുന്നത്. Genes which have small effect on the phenotype but can supplement each other to produce a cumulative or quantitative effect. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലുള്ള സ്കിൻ കളർ ഇൻഹെറിറ്റൻസ് ഈ പോളിജീനിക് ആക്ഷന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മൾ വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ സ്കിൻ കളർ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം വൈറ്റ് ആയിട്ടുള്ള കൗക്കേഷ്യൻസ് മുതൽ എക്സ്ട്രീം ഡാർക്കായിട്ടുള്ള നീഗ്രോസ് വരെയുണ്ട്. അവർക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പലതരത്തിലുള്ള ഏഷ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളർ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സ്കിൻ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഒരു സിംഗിൾ ജീൻ അല്ല, മൾട്ടിപ്പിൾ ജീൻസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്കിൻ കളറിന് ഇത്രയും വേരിയേഷൻസ് ഉള്ളത്. ഇപ്പോൾ ഗ്രിയർമെൻ്റലിൻ്റെ ലോ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൗക്കേഷ്യൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം വൈറ്റ് ക്യാരക്ടർ, നീഗ്രോ എന്ന് പറയുന്നത് എക്സ്ട്രീം ഡാർക്ക് ക്യാരക്ടർ. ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻഡിവിജ്വൽസ് നീഗ്രോസ് അല്ലെങ്കിൽ കൗക്കേഷ്യൻ അതിനെ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുലാറ്റോസ് എന്ന് പറയുന്ന മറ്റൊരു ഇൻ്റർമീഡിയറ്റ് കളറാണ്. അപ്പോൾ അതേ ഉണ്ടാകാൻ പാടുള്ളൂ. സിംഗിൾ ജീനാണെങ്കിൽ അങ്ങനെയുള്ളൊരു 2 or 3 ഇത് ക്യാരക്ടർ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. പക്ഷേ നമ്മൾ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ഒരു നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും തമ്മിൽ അവരവരുടെ കളറിന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അത് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ പാരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സിംഗിൾ ജീൻ അല്ല ഈ സ്കിൻ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടത്, മൾട്ടിപ്പിൾ ജീൻസ് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഇത്രയും വേരിയേഷൻസ് സ്കിൻ കളറിൽ ഹ്യൂമൻ ബീയിങ്സിൽ വരുന്നത്. അപ്പോൾ അത് സിംഗിൾ ജീൻ അല്ല, 2 ജീനല്ല, ഇപ്പോൾ 3 ജീനാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നറ്റ് സ്ക്വയർ കാണിച്ചിരിക്കുന്നത് 3 ജീനാണോ എന്നുള്ളൊരു അങ്ങനെ ആ ഒരു ഒരു 3 ജീനാണെങ്കിൽ എത്രമാത്രം കോമ്പിനേഷൻസ് വരാം എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു പിന്നറ്റ് സ്ക്വയർ. ABC 3 ജീൻസ് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന കളർ വേരിയേഷൻസ്, ഇത്രയും വേരിയേഷൻസ് വരാം, അതായത് 64 കോമ്പിനേഷൻസ് വരാം 3 ജീൻസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ബ്ലാക്കും ഇത് പ്യുവർ വൈറ്റ് അല്ലെങ്കിൽ കൗക്കേഷ്യൻ, അതിനിടയിൽ വരുന്ന പല വേരിയേഷൻസ്, ഇപ്പോൾ 64 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരാം. ഇപ്പോൾ 3 ജീൻസാണ് ഒരു നമ്മുടെ സ്കിൻ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു സർവേ നടത്തി നോക്കിക്കഴിഞ്ഞാൽ 64 ഇൻഡിവിജ്വൽസിൽ ഒരു ഇൻഡിവിജ്വൽ ബ്ലാക്കും ഒരു ഇൻഡിവിജ്വൽ കൗക്കേഷ്യനും ബാക്കിയുള്ളവരെല്ലാം ഇൻ്റർമീഡിയറ്റും, ഇത്രയും ഇൻഡിവിജ്വൽസ് ഇൻ്റർമീഡിയറ്റും ആയിരിക്കാം. എന്നാൽ നമ്മളുടെ ഹ്യൂമൻ സ്കിൻ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും 64 കോമ്പിനേഷൻസ് അല്ലെങ്കിൽ 64 വേരിയേഷൻസ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് സ്കിൻ കളറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 3 ജീനാണോ 4 ജീനാണോ 5 ജീനാണോ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൺഫേം അല്ല. എന്താണെങ്കിലും മൾട്ടിപ്പിൾ ജീൻസാണ് ഈ സ്കിൻ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതാണ് ഹ്യൂമൻ സ്കിൻ കളർ ഇൻഹെറിറ്റൻസ് ഇൻ മാൻ. അത് ഒരു പോളിജീനിക് ആക്ഷന് എക്സാമ്പിളാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അലീലിക് ഇൻട്രാക്ഷൻസ്, നോൺ അലീലിക് ഇൻട്രാക്ഷൻസ്,
അതിനെക്കുറിച്ച് പറഞ്ഞു, പ്ലിയോട്രോപ്പിസത്തിനെ കുറിച്ച് പറഞ്ഞു, ദെൻ പോളിജീനിക് ആക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം തൊട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അലീലിക് ഇൻട്രാക്ഷൻസിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, ദെൻ ലീതൽ ജീൻ ആക്ഷൻ, 3 തരത്തിലുള്ള 3 എക്സാമ്പിൾസാണുള്ളത്. ദെൻ നോൺ അലീലിക് ഇൻട്രാക്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ, എപ്പിസ്റ്റാസിസ്. ദെൻ എപ്പിസ്റ്റാസിസിൽ തന്നെ ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസും റെസസീവ് എപ്പിസ്റ്റാസിസും ഉണ്ട്. ഇതുകൂടാതെ പ്ലിയോട്രോപ്പിസം, ദെൻ പോളിജീനിക് ആക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അലീലിക് ഇൻട്രാക്ഷനിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, ദെൻ ലീതൽ ജീൻ ആക്ഷൻ. ദെൻ നോൺ അലീലിക് ഇൻട്രാക്ഷനിൽ കോംപ്ലിമെൻ്ററി ജീൻ ആക്ഷൻ, ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ്, റെസസീവ് എപ്പിസ്റ്റാസിസ്. ഇതുകൂടാതെ ദെൻ പ്ലിയോട്രോപ്പിസം, ദെൻ പോളിജീനിക് ആക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റും കൂടി ഒന്ന് റീഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യാം, ഞാനത് ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.